Good morning. Happy Easter. 8:30 മണിയായി. ഇപ്പോഴാണ് എണീക്കുന്നത്. അത് പിന്നെ സൺഡേ അല്ലേ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ എണീക്കാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ് പറ. ഓർക്കെ പറ. ഗുഡ് മോർണിംഗ്. അമ്മേനെ ഇങ്ങനെ സ്നേഹിക്കണ ഉറക്കത്തിന്ന് സ്നേഹിച്ച് ഉറക്കെ പറ. മുടി അഴിക്കരുത്, അടിയുള്ളൂ. പറ, ഉറക്കെ പറ. എന്നെ ഇഷ്ടോനാ. ഹാപ്പി ഈസ്റ്റർ പറ. ഹാപ്പി ഈസ്റ്റർ. നമുക്ക് കൊച്ചി പോണം. ഈസ്റ്റർ കൊച്ചിയിലാണ്. അന്നുനെ കാണണം, അക്കിരിയും തിന്നണം. അപ്പൊ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. രാവിലെ ഒരു പണിയെടുക്കാതെ സുഖസുന്ദരമായി 8:45 വരെ കിടന്നുറങ്ങി ഫ്രഷപ്പായി നേരെ കൊച്ചിയിലേക്ക് പോകണം. ഫുഡൊക്കെ പുറത്തുനിന്ന്. ഓക്കെ, മനം പള്ളിയെത്തില്ല. സ്നേഹിച്ചില്ലേമ്മ ഇല്ല. ഞാൻ എനിക്കൂല, അന്നുൻ്റെ വീട്ടിൽ വരൂല. സ്നേഹിക്കഞ്ഞ എന്നെ സ്നേഹിച്ചെണീപ്പിച്ചേ. സ്നേഹിക്ക്. ഓ, ഞാൻ ഓഫ് ചെയ്യാൻ പറയും. ഇങ്ങനെ എല്ലാം സ്നേഹിച്ചെണീപ്പിക്കണം. എന്റെ ചിന്തിരി മൊത്തേ ബാക്കി പറ. ഓ, ഞാൻ ഇല്ല, മിണ്ടൂല. എന്നിങ്ങനെ സ്നേഹിക്കും. അതിരണ്ടോ എന്നെ കുറെ സ്നേഹിച്ച രാവിലെ എണീപ്പിക്കണം. ഇപ്പൊ എന്നോട് സ്നേഹിക്കില്ല. എൻ്റെ അന്നൂന് എന്നോട് സ്നേഹം കൊണ്ടിട്ടാ ഞാൻ എൻ്റെ അന്നൂൻ്റെ അടുത്ത് പോകുമ്പോ കാണിച്ചു. പോ. അഞ്ചങ്ങനെ ഒരു എന്താ ചീത്തമ്മ ഒന്നോട് തരും. കമ്മരുള്ള ഞാൻ ടീച്ചറിന് അയച്ചു കൊടുക്കും. ആ, നോമ്പെന്താ മര്യാദ. ടീച്ചറിന് അയച്ചു. ഒന്നുകൂടെ പാട്. പാട്. വാ, എനിക്ക് അന്നുവിന്റെ വീട്ടിലേക്കാ പോന്നേ. അന്നുവിന് ഉടുപ്പ് കൊടുക്കോ? ഞങ്ങളെ റെഡിയായി. ഇവിടെ നേരെ ഇപ്പൊ ടൈം 9:30 ആയിട്ടുള്ളൂ. അപ്പൊ വേഗം എത്തും. വലിയ കുഴപ്പമില്ല, ഡിലേ ആവാൻ ചാൻസ് ഇല്ല. ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ പറഞ്ഞേ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് കേൾ ലൈഫ് സ്റ്റോറീസ്. ഞങ്ങൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ച റൂട്ട് എന്ന് പറയുന്നത് നോർമലി മട്ടാഞ്ചേരിക്കൊക്കെ എത്താനായിട്ട് ഏറ്റവും എളുപ്പം കണ്ടെയ്നർ റോഡ് കൂടി പോയി
അവിടെ നേരെ ജങ്കാറിന് പോകുന്നതാണ്. പക്ഷേ ഇന്ന് ഈസ്റ്ററും കൂടെ ആയതുകൊണ്ട് ജങ്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്നേച്ചു. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പ്ലാൻ ചെയ്തു നമ്മൾ എടപ്പള്ളി വഴി വൈറ്റില കയറി നേരെ പോകാം. നമ്മളുടെ അങ്ങാട്ട് പാലമില്ലേ ആ വഴി. ഞാൻ ആ മരം എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി കേട്ടോ. ഫുള്ള് റെഡും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, പിന്നെ അതിൻ്റെ ലീഫ്, അത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. അപ്പം അതുകൊണ്ട് കുറച്ച് വീഡിയോസ് അതിൻ്റെ എടുത്തു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട്. മട്ടാഞ്ചേരിയിലാണ്, ചക്കാമടത്ത്. അകത്തട കേറിക്കോ. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ, ചേച്ചിയുടെ ഹസ്ബൻഡാണ് രാഹുൽ ഫ്രാൻസിസ് PX. നമ്മുടെ മണ്ടല്ലോ. ഹലോ, സുഖല്ലേ? ഞാൻ കഴിച്ച് ചായ ഉഴുന്നോട്. അമ്മയുടെ പൊന്നിടേവു അമ്മിക്കൊന്നും കണ്ടെന്നില്ലേടി? അമ്മിക്കുള്ളതാണത്. വാവ്, എന്താ സ്പെഷ്യൽ? ചെമ്മീൻ ബിരിയാണി. എവിടെ ചിരിച്ചിട്ടൊക്കെ പറ. കുളിച്ചിട്ടില്ലേടി? എനിക്കുള്ള സാധനങ്ങളായി. തുറക്ക്. അവിടെ അടിച്ചു വരിട്ടേക്കണേട്ടു. അക്കെടുത്ത് ക്ലീൻ ചെയ്ത് കളയണട്ടാ. മോനോട് ഇരിക്കും, എന്നിട്ട് തുറക്ക്. മമ്മി ഹെൽപ്പ് ചെയ്യോ? മമ്മിയുടെ മോള് ഇവിടെ. ആരാണ് മമ്മിയുടെ മോള്? ആരാണ്? ആരാ മമ്മിയുടെ മോള്? ഞാൻ. ഉമ്മഞ്ചാ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദേവുനെയും അന്നുവിനെയും നോക്കേണ്ട ആവശ്യമില്ല. മെയിൻ ഡോറിൻ്റെ വാതിലടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പാടായി. ടോയ്സും ഷെൽഫിലുള്ള കുറേ ഒതുക്കി പറക്കി വെച്ചേക്കുന്ന സാധനങ്ങളും സകലമാന സാധനങ്ങളും എടുത്തിട്ട് താഴെ വലിച്ച് വരിയിടും. പിന്നെ ചേട്ടനും ചേച്ചിക്കും പണിയായിക്കും. ഇതാണ് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, പിള്ളേർ സെറ്റ് കൂടിക്കഴിഞ്ഞാലുള്ള പരിപാടി അതൊക്കെയാണ്. സ്നേഹം എന്ന് പറ. ഐ ലവ് യു. ഹാപ്പി. ഇനി ഇത് വരാം. മമ്മിയുടെ ചാനലിന്റെ പേര് വരാം. ശരി. ലൈഫ് സ്റ്റോറീസ്. വെൽക്കം ടു ലൈഫ് സ്റ്റോറീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നാരങ്ങ വെള്ളമൊക്കെ കുടിപ്പിച്ച് എന്ത് സ്നേഹാന്നറിയോ. പക്ഷെ ഒരു ടോയ്സ് ഒരാളെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ആൾക്കും അത് തന്നെ കിട്ടിയില്ല എന്നാണെങ്കിൽ അപ്പം അറിയാം കൂടപ്പറപ്പുകളുടെ തല്ലെന്താന്ന്. അടിപൊളിയാ പിള്ളേർ ഇങ്ങനെയൊക്കെ. ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് വേണ്ടി മാത്രം മേടിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. രണ്ടുപേർക്കും അതേ കളറ് അതേ സാധനം തന്നെ മേടിച്ചാലേ ഇവരുടെ കൂടെ ഒത്തുതീർപ്പാവുള്ളൂ. അല്ലെങ്കിൽ
നമുക്ക് ചെവിതല കേൾക്കില്ല. പോടാ കള്ളന്മാര്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി മുന്തിരി ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് തിന്നാനായിട്ട്. നിങ്ങൾക്കിഷ്ടമാണോ? എന്താണ് ചെമ്മീൻ ബിരിയാണിയുടെ പരിപാടിയൊക്കെ ഗ്രേവി ഏകദേശം സെറ്റായി. റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഇതായിട്ടൊന്നും എനിക്ക് മധുരത്തോട് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. കുക്കിംഗ് പാർട്ട്ണർ കുളിച്ചില്ലേ? ഇല്ലെന്ന്. എന്താ കുളിക്കാത്ത? പള്ളിയിൽ കുളിക്കാനാണോ പോയത്? അല്ല കുളിച്ചില്ല പറഞ്ഞിട്ട് കുളിച്ചിട്ടില്ല. പോയി ഇല്ല. മുടി നോക്കി തല ഏത് ക്രിസ്ത്യാനികളെ തല കുളിച്ചിട്ട് രാത്രി 12 മണിക്ക് പോണത്? കമന്റ് ബിലോ പോലെ ക്രിസ്ത്യാനികളൊക്കെ വന്നിട്ട് ഇടിക്കുന്നില്ല പിടിച്ചിട്ട്. ഞങ്ങള് ബുദ്ധിമാന്മാര് കുളിക്കാനാണ് പള്ളി പോണത്. എന്നിട്ട് വന്നിട്ട് കുളിച്ചാ? വന്നിട്ട് കുളിക്കാൻ പാടില്ല. തല ആഴ്ചയിൽ 3 ദിവസം കുളിക്കാൻ പാടില്ല. അതല്ല വന്നിട്ട് കുളിച്ചാ? അതുമില്ല. ദേവു അമ്മയുടെ ബാഗ് എടുത്തിട്ട് വന്നിട്ടാ പൊന്ന. വലിയ ബാഗ് ഇട്ടാ, വലിയ ബാഗ്. രണ്ടുപേരും കൂടെ എടുത്തുണ്ടോ? അയ്യോ ഇടി പിടിക്കല്ലേ. അതല്ല മറ്റേ ബാഗ്, അതല്ല. അയ്യോ ഇടി പിടിക്കല്ലേ. ഓ താങ്ക് യു, രണ്ടുപേർക്കും താങ്ക് യു. വഴക്കാണോ ദേവു? അമ്മളോട് വഴക്കാണെന്ന്. നമുക്ക് ദേവുവിനെ കടിക്കാം. കടിക്കാട്ടെ, ഞങ്ങള് കടിക്കാട്ട. ദേവു ചിരിച്ച്. അപ്പൊ വഴക്ക് മാറിയിട്ടാ. ബാ അമ്മയുടെ കൈ വാ ദേവു, അമ്മയുടെ കൈ വാ. ബാ ഇവിടെ കിടന്നോ. എന്നെ മോളും ബാ അമ്മയുടെ മേത്തോ. നമ്മള് പോയി ഓടി ചക്കൊരു മോളും. ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങള്. പാത്തൂനെ ഇച്ചൂനെ മിച്ചു എന്ന് പറ. മിച്ചു ബൈ. സുഖമാണോ? പാട്ട് പാടിക്കേ. ഏത് പാട്ടാ പാടാം നമുക്ക്? മാറ്റി പിടിക്ക്. ഏത് പാട്ട് പാടും നമ്മള്? നമുക്ക് കൊച്ചു ടി വി. അത് ഏത് പാട്ടാണത്? നമുക്ക് പാട്ട് പാടാം. കുട്ടപ്പ കൊമ്പൂലിക്കണ കുട്ടപ്പ ആനക്കാരൻ നീരപ്പന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ആനക്കാരൻ നീരപ്പന്റെ കൂടെ നടക്കണ കുഞ്ഞപ്പ. ഡും 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 ഡും. അന്നമുത്തേ, അമ്മയുടെ മോളാരാണ്? ആരാണ് മമ്മിയുടെ ചക്കര? ആരാണ്? നാണാണ് ചക്കൻ. പല്ലേപ്പിക്കട്ടെ. ഈ ഉണ്ടാ അച്ഛമ്മന്നല്ലോ. ഹലോ ഹലോ ഗായ്സ് പറ. ഹലോ ഗായ്സ്. ചേച്ചി മട്ടാഞ്ചേരി ചക്കാമടത്ത് ഹന്നാസ് മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ആള് ഇത്രയും നാൾ ഷോപ്പിലായിരുന്നു. ഇപ്പം ആള് വീട്ടിൽ തന്നെ റൂമിൽ, ആളുടെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതും വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ റൂം ഒരെണ്ണം സെറ്റ് ചെയ്ത്, നല്ല വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പം പിള്ളേർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, അലമ്പാക്കും. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചേട്ടന്മാരൊക്കെ വരും. അപ്പം നമ്മൾ ദമ്മിടാൻ പോകുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ചേട്ടൻ റൂമില് അവളോട് എടുത്തിട്ട് വരാൻ പറഞ്ഞോളൂ. എന്ത് പേപ്പർ? ഫോയിൽ പേപ്പർ. ഫോയിൽ പേപ്പർ പറയട്ടെ. അതാണ് പ്രശാന്തേട്ടൻ. ആൻഡ് ഇത് പ്രശാന്തേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അവരും ചക്കാമടത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നല്ലൊരു ഈസ്റ്റർ വന്നപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിൽ ഫുഡൊക്കെ അടിച്ച് സെറ്റായിരുന്നു. ഈസ്റ്റർ ഗൈസ്, ദമ്മിടണേൻ്റെ വീഡിയോ എടുത്തില്ല. പക്ഷെ പൊട്ടിക്കുമ്പോൾ നമുക്ക് സൂപ്പർ വീഡിയോ എടുക്കാം കേട്ടോ. സാലഡിൻ്റെ പരിപാടി ഓൺ ദ വേ. ഒട്ടിക്കല്ലേ വേണം.
വേണം. ഒരേക്കർ പോയി. അന്നമുത്തവാമ്പിടെ കൊള്ളുക. ആര് വരും? ആർക്ക് വേണം? ചക്ക എനിക്ക് തുറക്കുള്ള അതോർക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. നീ പണ്ടായി കണ്ടിട്ടില്ല. അയ്യോ അയ്യോ അന്ന കൊടുക്ക അന്ന ചെടി കൊന്നു സ്വന്തം വണ്ടി ഞാനാണ്ട് ഇപ്പൊ ഓടിക്കണം. ഇപ്പൊ കണ്ട പിള്ളേരില്ലേ, 2 ആൺപിള്ളേര്, അത് പ്രശാന്ത് ഏട്ടനെ ഡെൻസ് ചേച്ചിയുടെയും പിള്ളേരാണ്. അപ്പം ഞാൻ അതിൽ മണിക്കൂട്ടനായിട്ടൊന്ന് വിശാലിൽ പോയി. അടിപൊളി കളക്ഷനാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി അല്ല, നമ്മുടെ പനയപ്പള്ളിയിലുള്ള വിശാലിൽ നല്ല കളക്ഷൻ ഉണ്ട്. ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ചേച്ചിയുടെ വണ്ടിയാട്ടോ അത്. ചേച്ചിക്ക് വണ്ടിയൊക്കെ മേടിച്ച് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ വണ്ടി ഓടിക്കണം. ഞാൻ വണ്ടി എടുത്തതിന് ശേഷം അത് ഒരു 2019 വരെ ഏറ്റവും കൂടുതൽ ഓടിച്ചത് അവളാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ സമയം ഞാനും പാഴാക്കാൻ പാടില്ലല്ലോ. ചേട്ടനൊന്ന് റെഡി ആയി നിന്നപ്പോഴത്തേക്കും ലിപ്സ്റ്റിക് കേൾക്കണം. അക്കിരിയും കൊണ്ട് ലിപ്സ്റ്റിക് ഇടുന്ന കുഞ്ഞാട. ദേവു ചമുച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ചമുക്കി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ അടിച്ചോണ്ടോ. ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് അടിക്കും, കുളിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് അടിക്കില്ല. കുളിച്ചാലും അടിക്കും, കുളിച്ചില്ലാലും അടിക്കും. സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ നല്ല ദമ്മിട്ട് വെച്ച ചെമ്മീൻ ബിരിയാണി ഇപ്പോൾ കാണുന്നത്. പറയാൻ വയ്യായിരുന്നു, അടിപൊളി ബിരിയാണിയായിരുന്നു. എനിക്ക് ഇവിടെ വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി കേട്ടോ. ചെമ്മീൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണ് ഞാൻ, എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ് അവിടെ ചെന്നിട്ട് ചെമ്മീൻ ബിരിയാണി കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ 2 പ്ലേറ്റ് ബിരിയാണി ഞാൻ കഴിച്ചായിരുന്നു. കാരണം കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 2 മണി 1 മണി കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിരുന്നു നമ്മളുടെ സിറ്റ് ഔട്ടിൽ തന്നെ, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ. ചെമ്മീൻ ബിരിയാണി, ചെമ്മീൻ നല്ല അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു ചെമ്മീനും റൈസും. ഫ്ലേവർ ഫുള്ളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആ കണ്ണുകൾ നോക്കൂ, കുടിച്ചിട്ടുള്ള ആ കണ്ണുകൾ നോക്കൂ. ഇതൊക്കെ എന്തിനാണെന്നറിയോ ചേട്ടാ? ഭംഗിയാണ് ഇത് കാണാൻ. എടാ ഇതിലാണ് കറക്റ്റ് ലൈറ്റ്. അടിപൊളി ചേട്ടൻ. പല്ല് നോക്കൂ, ആ പല്ലുകൾ നോക്കൂ. ചേച്ചിനെ നോക്കൂ. ചേച്ചി എന്ത് കൊണ്ടവേ. അപ്പൊ നമുക്ക് ഫുഡ് അടിക്കാം ചേട്ടാ. ഇങ്ങനെ ലൈറ്റ് അടിച്ചൊക്കെ തന്നിട്ടല്ലേ. നിന്റെ വെളുത്ത ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഓ ബാ. ഇല്ല ഞാൻ വിട്ട്, ഞാൻ സംസാരിക്കല്ല, സംസാരിക്കൂല. നല്ല ലൈറ്റ് അല്ലേ? നല്ല ബാക്ക്ഗ്രൗണ്ടും.
അതെ പിള്ളേര് സെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓ ചേച്ചി വെള്ളം ടട്ടടാ. നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ട്, ഫ്രൈ ഉണ്ട്, സലാഡ് ഉണ്ട്, മണിക്കുട്ടനുണ്ട്, അപ്പുക്കുട്ടനുണ്ട്. ദേവു നക്കി തുടങ്ങി. യോ കാണിച്ചേ, യോ. ഇപ്പൊ പോയാനെ യോ ഒക്കെ കൂടി. കാലിലെല്ലാരും ചോദിക്കും ഞാൻ മറ്റേ സിനിമ ചോദിക്കും. എടി ഇന്നലെ ചേച്ചി ഇന്നലെയാണ് നഗരത്തിലേക്കാണല്ലോ സിനിമ സീരിയലുണ്ടാവും. അതെ, ഹത്തോടത് അവക്കറിയാൻ പറ്റാൻ വഴിയില്ലല്ലോ ചേട്ടാ. എടി അതെ കുപ്പയിലെ മാണിക്കെന്ന് പറയൂലേ, അതേപോലെ അതെ. എരിവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ഒലിച്ചു തുടങ്ങും. എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ടിഷ്യൂ തപ്പിക്കൊണ്ടാണ് ഈ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അത് കിട്ടിയതിന് ശേഷം ഞാൻ സൈഡായിട്ട് വന്നിരുന്നു. കാരണം വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ലല്ലോ. പിള്ളേര് രണ്ടുപേരും മര്യാദ കഴിച്ചോളൂടാ. ആർക്കൊക്കെ ഐസ്ക്രീം വേണം അത് പിന്നെ കഴിഞ്ഞ് ഐസ്ക്രീം പിന്നെ ലാസ്റ്റ് അപ്പൊ നമ്മള് ചമ്മുണ്ടാക്കിയ ബിരിയാണി ടേസ്റ്റ് ചെയ്യണം കേട്ടോ ഗായ്സ്. എല്ലാരും തിന്ന് പകുതി എപ്പോഴാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ചേട്ടന്മാർ അതിനിടയ്ക്ക് എന്തോ സൈഡിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചുറ്റുപാടൊന്നും നോക്കില്ല. പക്ഷെ ക്യാമറയിൽ വീഡിയോ കണ്ടതിന് ശേഷമാണ് അവർക്കിടയിലുള്ള ഡിസ്കഷൻ ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. അടിപൊളിയാട്ടോ, നല്ല എനിക്ക് പ്രസാദാണ് ഭയങ്കര ഇഷ്ടം. കെട്ടിക്കോ അല്ല ഞാൻ കേട്ടിക്കൊള്ളുവാ. പ്രസാദം ഓക്കെയാണോ? അപ്പൊ സ്പാനിഷിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയ അല്ലല്ല, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് സാധാരണ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് റൈസ് ഇതാക്കി. അപ്പുറം പോലാണ്ട വെള്ളമൊക്കെ പറ. അപ്പുറം പോലെ നമുക്ക് ഏത് സമയം പോണം. ഇത്രയും വലിയ ഇത് കുടിച്ചാലേ മനസ്സിലുള്ള കാര്യങ്ങൾ പറയൂ, അല്ലാതെ പച്ചമായിട്ട് നീ പറയോ. ഒഴിവാക്കിയോട്ടാ നീ തെറ്റിക്കുന്ന അവള് പറയാക്കോളൂ. കണ്ടന്റ് ഉണ്ടാക്കണം. എന്റെ മൂക്ക് കുറഞ്ഞു, ഞാനത് പറഞ്ഞില്ല. എന്റെ മുന്നിൽ രാജാവേ വേണ്ട. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ പാട് നീക്കം നമ്പർ എനിക്ക് മാത്രം അല്ല. അവിടുത്തെ പാത്രമൊക്കെ തയ്ച്ചോളും, അവളുടെ പണി അതാണ്. ഇച്ചിരി കൊടുത്തായിട്ടാ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിക്കണ നോക്കിയ സാധനം. അങ്ങനെ സിറ്റ് ഔട്ട് ഇരുന്ന് സ്പാനിഷ് ഡിലൈറ്റും കഴിച്ച് ഒരു ഫുൾ ഫാമിലി പാക്കും അടിച്ചാട്ടോ. പിള്ളേർക്ക് കൊടുക്കാതെ തിന്നോണ്ടിരിക്കാനായിട്ട് ബാർഗെയിൻ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. അതാണ് എൻ്റെ ചേച്ചി. ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കട്ടെ. ഗ്ലാസ് ഐസ്ക്രീം അതിന്റെ പരസ്യമല്ല ഉദ്ദേശിച്ചത്.
വീഡിയോ എടുത്തിട്ട് നല്ല ഗാംഭീര്യത്തിലൊക്കെ ഒരുപാട് ചോക്ലേറ്റ്സ് ഫ്ലേവർ ഞാൻ എന്റെ മോളും കൂടി വെള്ളത്തിച്ചാണ്. വെള്ളം മൂടി ഫ്രണ്ടിലേക്ക് ഇറങ്ങിട്ടാ മറ്റേ സൈഡിലേക്ക് എന്റെ മോനെ വെട്ടിക്കളഞ്ഞാൽ പൊട്ടിക്കളി ഒരുമിച്ച് വളർത്തി ഒരുമിച്ച് കെട്ടി വെക്കണ്ട പൊട്ടി. ഫ്രണ്ടിലേക്ക് ഇറങ്ങടാ. ചേച്ചി എന്തോരം ഐസ്ക്രീം ഉണ്ടടിയമ്മോ. ആ നോക്കട്ടെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. നിനക്ക് തൊണ്ടൊക്കെ എന്തൊക്കെയാടാ. സൂപ്പർ ലിപ്സ്റ്റിക്. പല്ലില്ലാത്ത അമ്മൂമ്മ. ജിമ്മില് പോത്തിന്നെ അങ്ങനല്ല പിന്നെന്താ പ്രശ്നം. ഈ അങ്ങനെ നല്ല തല്ലുപിടുത്തവും ഇടിയും ബഹളവും ഐസ്ക്രീം കഴിക്കലും എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും നല്ല ഉറക്കത്തിലേക്കായി. ഏകദേശം ഒരു എത്ര മണിക്കായിരുന്നു ദേവൂട്ട? ആ കറക്റ്റ് ടൈമാ. 3-3:30 ആയപ്പോഴാണ് ഇതുങ്ങൾ രണ്ടുപേരും കയറി കിടന്നുറങ്ങിയത്. അപ്പോൾ രാഹുലേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു, ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചു, കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാനും ചേട്ടനും തമ്മിൽ നല്ല ഇടിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂട്ടായി. അങ്ങനെ സൂപ്പർ ഡേ ആയിരുന്നു. നല്ല ഈസ്റ്റർ വ്ലോഗായിരുന്നു. കുറേ സ്പെഷ്യൽ മെമ്മറീസൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റി. എൻ്റെ മോള് ദേവും ഞാനാ രണ്ടുപേരെ ഉറക്കിയത്. അത് പണ്ടും ഞാൻ വീട്ടിലുള്ള ദിവസമൊക്കെ രണ്ടുപേരും ഞാൻ തന്നെ ഉറക്കുന്നത്. എൻ്റെ തലങ്ങും വിലങ്ങും കിടന്ന് പാട്ടും പാടി ഇടികൂടി പഴക്കിട്ട് ചീത്തയും കേട്ട് രണ്ടുപേരും കിടന്നുറങ്ങി. അങ്ങനെ ഫൈനലി വൈകിട്ടാണ് കേട്ടോ നമ്മളുടെ ഗൗരവ് വീട്ടിൽ വന്നത്. അപ്പം അതാ നമ്മളുടെ ഈസ്റ്റർ വ്ലോഗ് അത്രയേ ഉള്ളൂ. നല്ലൊരു പേഴ്സണാലിറ്റി ആട്ടോ ഗൗരവ്. ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത്. നല്ല ഒരു ബ്രദറാണ്. എനിവേ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ഫ്രം കേൾ ലൈഫ് സ്റ്റോറീസ്.